ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ നാച്ചർ. ഫസ്റ്റ് ഫിക്സഡ് ഓവർ ഹെഡ് എന്താ നമുക്ക് നോക്കാം. ഫിക്സഡ് ഓവർ ഹെഡ്സ് ആർ ദോസ് ഓവർ ഹെഡ് വിച്ച് ഡു നോട്ട് വാരി ഡയറക്ട്ലി വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ എണ്ണം കൂടിയാലും അതിനനുസരിച്ചിട്ട് ഒരു ചേഞ്ചും വരാത്ത ഓവർ ഹെഡുകളെയാണ് എന്ത് പറയുക, ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയാം. നമ്മൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് എത്രയോ കൂടിക്കോട്ടെ, അതിനനുസരിച്ച് ഓവർ ഹെഡിൽ ചേഞ്ച് ഒന്നും വരണില്ലെങ്കിൽ അതിനെയാണ് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയാം. വിച്ച് ഡു നോട്ട് വാരി ഡയറക്ട്ലി വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് വാരിയേഷൻസ് വരുന്നില്ല. ദസ് റിമൈൻ ഫിക്സഡ് ഫോർ എ ഗിവൻ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് വിത്തിൻ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം വരെയാണ് അവിടെ ചേഞ്ച് ആവാതിരിക്കുള്ളൂ എന്നാണ് പറയണത്. എപ്പോഴും ഫിക്സഡ് ആയിരിക്കില്ല, ഒരു സർട്ടൻ പീരീഡ് വരെ അവിടെ ചേഞ്ച് ആവില്ല. Then the main characteristics of fixed overhead is that the total fixed overhead remain constant but fixed overhead per unit change. ശ്രദ്ധിക്കുക, ടോട്ടൽ ഫിക്സഡ് ഓവർഹെഡ് എന്തായിരിക്കും, ടോട്ടൽ ഫിക്സഡ് ഓവർഹെഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഓവർഹെഡ് പെർ യൂണിറ്റ് എന്താവും, ചേഞ്ച് വരും. അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ്, മെഷീനറി, റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിങ്, ലീഗൽ എക്സ്പെൻസസ്, ബാങ്ക് ചാർജ്, അതൊക്കെ എന്താണ്, ഫിക്സഡ് ആണ് എന്നാണ് പറയണത്. ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ, ഒരു പീരീഡ് വരെ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ദെൻ വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, വാരിയബിൾ ഓവർ ഹെഡ് ആർ ദോസ് ഓവർ ഹെഡ് വിച്ച് വാരി ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഓർ ആക്ടിവിറ്റി ലെവൽ. അതായത് പ്രൊഡക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് അവിടെ എന്ത് വരും, വാരിയേഷൻസ് വരുന്ന ഓവർ ഹെഡാണ് വാരിയബിൾ ഓവർ ഹെഡ്. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വാരിയബിൾ ഓവർ ഹെഡ് വിൽ ഓൾസോ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് വാരിയബിൾ ഓവർ ഹെഡും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്, പ്രൊഡക്ഷൻ കുറയുമ്പോൾ വാരിയബിൾ ഓവർ ഹെഡും കുറയും, പ്രൊഡക്ഷൻ കൂടുമ്പോൾ വാരിയബിൾ ഓവർ ഹെഡും കൂടും. ദെൻ ദ മെയിൻ ഫീച്ചർ ഓഫ് വാരിയബിൾ ഓവർ ഹെഡ് ഇസ് ദാറ്റ് ദ ടോട്ടൽ വാരിയബിൾ ഓവർ ഹെഡ് ചേഞ്ചസ് ബട്ട് വാരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ വാരിയബിൾ ഓവർ ഹെഡിലാണ് ചേഞ്ചസ് വരിക, പക്ഷേ വാരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ് കോൺസ്റ്റൻറ്റും ഫിക്സഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് ചേഞ്ചും. ഇവിടെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്താണ്, വാരിയബിളും വാരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റ് കോൺസ്റ്റൻറ്റ്, നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അതിൽ എക്സാമ്പിൾസ് അവിടെ നോക്കാനുണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, പവർ ആൻഡ് ഫ്യൂവൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ്, ഓവർ ടൈം കോസ്റ്റ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, അതൊക്കെ എന്താണ്, വാരിയബിൾ ആണ്. അതിലൊക്കെ ചേഞ്ചസ് വരും. നമുക്കറിയാം മെറ്റീരിയലിൻ്റെയും ബിൽഡിംഗ് ചാർജ്, ഹാൻഡ്ലിംഗ് ചാർജ്, അല്ലെങ്കിൽ പവറിൻ്റെയും ഫ്യൂവലിൻ്റെ ചാർജൊക്കെ എന്നും ഒരേപോലെ ആയിരിക്കുമോ, അല്ല, അതിലൊക്കെ എന്ത് വരും, വാരിയേഷൻസ് വരും. ദെൻ തേർഡ് വൺ ആണ് സെമി വാരിയബിൾ ഓവർ ഹെഡ്. സെമി വാരിയബിൾ ഓവർ ഹെഡ് ആർ ദോസ് വിച്ച് ആർ നെയ്തർ ഫുള്ളി ഫിക്സഡ് നോർ ഫുള്ളി വാരിയബിൾ. ഫുള്ളി ഫിക്സഡും ആയിരിക്കില്ല, ഫുള്ളി വാരിയബിൾ അല്ലാത്ത ഓവർ ഹെഡാണ് സെമി വാരിയബിൾ ഓവർ ഹെഡ്. ദേ ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വാരിയബിൾ. ദസ് ഓവർ ഹെഡ്സ് വാരി വിത്ത് ആക്ടിവിറ്റി ലെവൽ ബട്ട് നോട്ട് ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ. ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ അവിടെ എന്ത് വരും, ചേഞ്ചസ് വരും, ബട്ട് നോട്ട് ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ. ഡയറക്റ്റ് പ്രപ്പോർഷനിലുള്ള ചേഞ്ചൊന്നും ആയിരിക്കില്ല, ഒരു പെർട്ടിക്കുലർ ലെവലിനനുസരിച്ച് അതെന്ത് ചെയ്യും, വാരി ചെയ്യും, ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെമി ഫിക്സഡ് ഓവർ ഹെഡ്. സെമി വാരിയബിൾ കോസ്റ്റ് ഓവർ ഹെഡിനെ തന്നെ നമ്മൾ സെമി ഫിക്സഡ് ഓവർ ഹെഡ് എന്നും പറയും. എക്സാമ്പിൾസ് വരുന്നത് ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ്, സൂപ്പർവൈസർ സാലറി ഒക്കെയാണ് അവിടെ എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി. ഓവർ ഹെഡിനെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി രണ്ടെണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൺട്രോളബിൾ ഓവർ ഹെഡും അൺകൺട്രോളബിൾ ഓവർ ഹെഡും. കൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് എഫക്റ്റീവ്ലി ഇഫ് പ്രോപ്പർ മാനേജ്മെൻറ്റ് കൺട്രോൾ ഇസ് എക്സസൈസ്. മാനേജ്മെൻറ്റിനെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർ ഹെഡാണിത്, കൺട്രോളബിൾ ഓവർ ഹെഡ്. മാനേജ്മെൻറ്റിന് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർ ഹെഡുകൾ പറയുന്ന പേരാണ് കൺട്രോളബിൾ ഓവർ ഹെഡ്. വാരിയബിൾ ഓവർ ഹെഡ് എന്താണ്, കൺട്രോളബിൾ ആണെന്നാണ് പറയുന്നത്. ദെൻ അൺകൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്. ഫിക്സഡ് ഓവർ ഹെഡ് ആർ അൺകൺട്രോളബിൾ. മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിൽ അല്ലാത്ത, മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത ഓവർ ഹെഡുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അൺകൺട്രോളബിൾ ഓവർ ഹെഡ്. ഫിക്സഡ് ഓവർ ഹെഡ് എന്താണ്, അൺകൺട്രോളബിൾ ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയണത്. നമ്മൾ ഓവർ ഹെഡിനെ ഓവർ ഹെഡിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്
കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. സോ നമ്മൾ പറഞ്ഞു ആഫ്റ്റർ ദ ഓവർ ഹെഡ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതിനെ പല പല ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ തരംതിരിക്കുക. അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ് ഓരോന്നിനും ഓരോ കാറ്റഗറീസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം.